ഞാൻ വിചാരിച്ച പോലെ തന്നെ 2 കഷ്ണം ബാക്കിയായി കിട്ടി, ഒന്നിനും തികയാതെ തന്നെ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലൊരു നീളം പുതിയായിട്ട് ഞാൻ നിൽക്കണം എന്താണെന്ന് വെച്ചാൽ അത് മീഷോന്ന് വാങ്ങിച്ചൊരു പുതിയൊരു സാധനമാണ്. വേറെ ഒന്നല്ല, അത് അടുക്കളയ്ക്ക് പറ്റിയൊരു വാൾപേപ്പറാണ് കേട്ടോ. അമ്മയുടെ അടുക്കളയിൽ ഈ ഷോക്കേസൊക്കെ ഉണ്ടല്ലോ, മറ്റേ പൊടികളൊക്കെ വയ്ക്കുന്ന, അപ്പോൾ അത് കുറച്ച് അഴുക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോടൊരു വാൾപേപ്പർ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഗ്രീനറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ടൈപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് ഏകദേശം ഒരു 3 മീറ്റർ എന്നാണ് കേട്ടോ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. 3 മീറ്ററോളം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് വെച്ച് നോക്കി ഒട്ടിച്ച് നോക്കി രസമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അടുത്ത് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 മീറ്ററോളം ഉണ്ടായിരുന്നു, ഞാൻ ഫുള്ള് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ തുടയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് വാൾപേപ്പറാണ് കേട്ടോ ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇതിൻ്റെ ഒരു 130 രൂപയാണ് ഞാൻ പ്രൈസ് കണ്ടത്. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒട്ടിച്ച് നോക്കാനുള്ള സ്ഥലം നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഈ ഷോക്കേസാണ്. നമ്മൾ അന്ന് വീട് ഫസ്റ്റ് ഒരു പെയിൻ്റ് അടിക്കുമല്ലോ, ആ ഒരു ഇതാണ് കേട്ടോ അടുക്കളയിലുള്ളത് ഇപ്പോഴും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊക്കെ ഒരു എന്താ പറയുക, എടുത്തിട്ടൊക്കെ ഒരു കളർ മാറ്റം വന്നിട്ടുണ്ട് എല്ലായിടത്തും. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഒട്ടിക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് കുപ്പികളൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഷോക്കേസ് പോലുള്ളതൊക്കെ ഒട്ടിക്കാൻ ഇച്ചിരി പാടാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. കാരണം ചെറുതാക്കിയിട്ട് മുറിച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് വേ ആണെന്നൊന്നും അറിയില്ല, പക്ഷേ ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ഉള്ളിക്കാക്കിയിട്ടൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ പാർട്ടായിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒട്ടിച്ചത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് താഴത്തെ ഭാഗം കുറച്ച് ചുളിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഒട്ടിച്ച് വന്നപ്പോൾ അതങ്ങനെ ചുളിഞ്ഞു പോയത്. നമ്മൾ ചുളിയാതെ വേണം ഒട്ടിക്കാൻ, എന്നാൽ പിന്നെ വാൾപേപ്പറാണെന്ന് നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കീറുമ്പോൾ ഈ ഒരു കീറലിൽ ആ വാൾപേപ്പർ കീറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ കൊളായിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വാൾപേപ്പർ ഇനി ബാക്കിയില്ല ഗൈസ്. ആകെ ഈ 2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാണെങ്കിൽ എവിടേക്ക് ഒട്ടിക്കാനും തികയില്ല. അങ്ങനെ ഒരു വിധത്തിലായിപ്പോയി. ഉള്ള ഭാഗങ്ങൾ ഞാനിങ്ങനെ ഒട്ടിച്ച് വെച്ച് ആ റാക്ക് ഇനിയുണ്ട്. 3 അറകളായിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ ഇനി ഒട്ടിക്കാനുണ്ട്, സൈഡിലൊക്കെ ഒട്ടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തികഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ 3 മീറ്റർ വെച്ചിട്ട് ഇത്രയും ഒട്ടിക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഇനി പുതിയ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഫുള്ളാക്കി ഇതെടുക്കണം, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇങ്ങനെ വെച്ചിട്ട് എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് നോക്കിയോടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചാച്ചാ.